തെലങ്കാനയിലെ ഗഡ്വാൾ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു 32 വയസ്സുള്ള തേജേശ്വർ എന്ന് പറയുന്ന ഒരു യുവാവ് താമസിച്ചിരുന്നത്. ആളൊരു സർവേയർ ആയിരുന്നു. ഫൈനാൻഷ്യലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ജോലിയുണ്ട്. എന്നാലും കുറേ നാളുകളായിട്ട് ഇയാളുടെ വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിലും കല്യാണമൊന്നും അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവിടെ നിന്ന് 100 കിലോമീറ്റർ മാറിയിട്ട് ഒരു വിവാഹാലോചന വരുന്നത്. ഐശ്വര്യ എന്ന് പറയുന്ന 23 വയസ്സുകാരിയുടെ ആലോചനയായിരുന്നു. കുർണൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായിരുന്നു ആ ഒരു ആലോചന വന്നത്. അങ്ങനെ പരസ്പരം രണ്ട് ഫാമിലികളും സംസാരിച്ചു. അതിനുശേഷം വിവാഹവും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ഫോണിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ കല്യാണം നടക്കാറായി എന്നുള്ളൊരു സിറ്റുവേഷൻ ആകുന്ന ആ ഒരു സമയത്ത്, അതായത് അതിനോടിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഐശ്വര്യയെ കാണാതാവുകയാണ്. ഐശ്വര്യ എങ്ങോട്ടാണ് പോയത്, ആരുടെ കൂടെയാണ് പോയത്, അതുപോലെ തന്നെ എന്തെങ്കിലും പറ്റിയോ തുടങ്ങിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ആർക്കും തന്നെ കണ്ടെത്താനായിട്ട് ആ സമയത്ത് സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു തേജയുടെ ഫാമിലി ഐശ്വര്യയെയും അതേപോലെ തന്നെ അവരുടെ ഫാമിലിയെയും കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ നാട്ടിൽ ചെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഐശ്വര്യക്ക് തിരുമല റാവു എന്ന് പറയുന്ന ഒരാളുമായിട്ടൊരു അഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിരുമൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഐശ്വര്യയുടെ അമ്മ ഒരു ബാങ്കിൽ സ്വീപ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സുജാത എന്നായിരുന്നു അവരുടെ പേര്. അവർ വർക്ക് ചെയ്യുന്ന ബാങ്കിലെ മാനേജറായിരുന്നു അയാൾ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഈ പയ്യൻ്റെ ഫാമിലി പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു കല്യാണം വേണ്ട, ആ പെൺകുട്ടിക്ക് ഓൾറെഡി വേറെ അഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, സോ നമുക്കൊരു കല്യാണത്തിൽ നിന്ന് ഒഴിവാവാമെന്നുള്ളൊരു കാര്യം അവർ തീരുമാനിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്കാണ് മറ്റൊരു ട്വിസ്റ്റ് നടക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യ തിരിച്ചു വരാണ്. എന്നിട്ട് തേജയെ വിളിച്ചു. എന്നിട്ട് ഒരുപാടധികം കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ആരുടെയും കൂടെ ഓടിപ്പോയതല്ല, അമ്മയ്ക്ക് ഈ ഒരു വിവാഹത്തിൻ്റെ ചിലവൊക്കെ ഒറ്റയ്ക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാനും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞാൽ അമ്മയെ വിട്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അതേപോലെ ഈ ഒരു സ്ത്രീധനം, വിവാഹത്തിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ കൂടെ നോക്കുകയെന്നുണ്ടെങ്കിൽ അമ്മനെ കൊണ്ട് സാധിക്കില്ല. ഇനിയിപ്പോൾ കടം വാങ്ങി തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കടവും അവരെ കൊണ്ട് ഒറ്റയ്ക്ക് വീട്ടാനായിട്ട് സാധിക്കില്ല. അപ്പം ഇങ്ങനെ ഒരുപാടധികം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വിവാഹം എനിക്ക് വേണ്ട എന്ന് ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയതാണ്, അല്ലാണ്ട് നിങ്ങളെ ഇഷ്ടമില്ലാണ്ടല്ല എന്നുള്ളൊരു കാര്യം ഇയാളുടെ അടുത്ത് ഈ ഐശ്വര്യ പറയുകയായിരുന്നു. എന്നാൽ സത്യത്തിൽ അത് തന്നെയാണോ സംഭവിച്ചത്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അമ്മയുടെയും മകളുടെയും ബാങ്ക് മാനേജറുടെയും അതുപോലെ തന്നെ തേജേശ്വർ എന്ന് പറയുന്ന ആ ഒരു യുവാവിൻ്റെയും കഥയാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. 2016-17 ടൈമിലാണ് സുജാത ആ ഒരു ബാങ്കിൽ സ്വീപ്പറായിട്ട് ജോലിക്ക് കയറുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാനേജറായിരുന്നു ഈ ഒരു തിരുമല റാവു. ആൾക്ക് ഏകദേശം ഒരു 35 വയസ്സ് പ്രായമുണ്ട്. ഈ സുജാതയെക്കാളും ഒരുപാടധികം വയസ്സിന് താഴെയാണ്. എന്നാൽ ഈ ഒരു സുജാതയെ കണ്ടപ്പോൾ ആൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. പതിയെ പതിയെ ഇവർക്കിടയിൽ ഒരു അഫെയർ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത്. അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയായിട്ടുള്ള സുജാതയും അതുപോലെ തന്നെ ഒരു ബാങ്ക് മാനേജറും തമ്മിൽ. അപ്പോൾ ഈ ബാങ്ക് മാനേജറുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആൾക്കൊരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ ഒരു മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്. എന്നാൽ ഇതൊന്നും അവർ കാര്യമാക്കിയില്ല. ആ ഒരു അഫെയർ ആരും അറിയാതെ രഹസ്യമായിട്ട് അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ അതിനിടയിൽ ഈ ഒരു തിരുമല റാവു ഐശ്വര്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ആൾക്ക് ആ ഒരു പെൺകുട്ടിയുടെ അടുത്തും ഒരു ആഗ്രഹം തോന്നുകയാണ്. എന്നാൽ കറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അവസരവും കാര്യങ്ങളൊന്നും ആൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. അതായത് 2019 ആ സമയമായപ്പോൾ സുജാതക്ക് വയ്യാതാവുകയാണ്. അവർക്ക് ജോലിക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവരെ റീപ്ലേസ് ചെയ്യണമല്ലോ ആരെങ്കിലും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സുജാത ഒരാളെ സെറ്റാക്കുകയാണ്. അത് വേറെ ആരുമായിരുന്നില്ല, തൻ്റെ മകൾ ഐശ്വര്യ തന്നെയായിരുന്നു. അങ്ങനെ അമ്മയുടെ ജോലി ഈ മകൾ ഏറ്റെടുത്തു. അതിനുശേഷം ആ ഒരു ബാങ്കിൽ പോയിട്ട് ഈ സ്വീപ്പിംഗ് ജോബും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു തിരുമല റാവുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനായിട്ട് ഈ പെൺകുട്ടി തുടങ്ങുന്നത്. അങ്ങനെ അവർക്കിടയിലുള്ള ഒരു ഇടപഴകൽ, ഒരു ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ ഉള്ളതൊക്കെ താണ്ടി ഒരു റിലേഷൻഷിപ്പിലോട്ട് എത്തുകയായിരുന്നു. ഈ ഒരു ബന്ധവും ആരും അറിയാതെ അവർ രഹസ്യമാക്കി വെച്ചു. ഈ ഐശ്വര്യയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തൻ്റെ അമ്മയും അതുപോലെ തന്നെ ബാങ്ക് മാനേജറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആൾക്കറിയാം. എന്നാലാണെന്നുണ്ടെങ്കിൽ സുജാതയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ സുജാത ഇത് മനസ്സിലാക്കുകയാണ്. സുജാത ഇതിനെ 100% എതിർത്തു. ഒരു കാരണവശാൽ ഇത് നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുജാത വേറൊരു ഐഡിയ പ്ലാൻ ചെയ്യാണ്.
തൻ്റെ മകളെ വേഗം വിവാഹം കഴിപ്പിച്ച് വിടാം. വിവാഹം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി താമസിച്ചോളും, പിന്നെ വേറെ സീനുകളും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ആയിക്കോളും എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ ഒരു സ്ത്രീക്ക് ഉണ്ടായത്. അങ്ങനെ ചെറുക്കനെ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിലാണ് തേജേശ്വർ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ വിവാഹാലോചന വരുന്നത്. ഈ സുജാത നോക്കുമ്പോൾ ആൾക്ക് നല്ല ജോലിയുണ്ട്, അതേപോലെ തന്നെ വീട്, വണ്ടി, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മകളുടെ അടുത്ത് പറയുകയാണ് ഇത് നല്ലൊരു ആലോചനയാണ്, നീ ഇതിന് സമ്മതിക്കണം എന്നുള്ളത്. എന്നാൽ മകൾക്ക് ബാങ്ക് മാനേജറെ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇല്ല, ഞാൻ അയാളെ തന്നെ വിവാഹം കഴിക്കുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ തന്നെ ജീവിക്കുള്ളൂ, എനിക്ക് വേറെ വിവാഹമൊന്നും വേണ്ട എന്നുള്ളത് ഈ ഒരു മകൾ പറയുകയാണ്. എന്നാൽ അമ്മ ആ മകളോട് പറഞ്ഞു ആളുടെ കല്യാണമൊക്കെ ഓൾറെഡി കഴിഞ്ഞാണ്, ആൾക്കൊരു ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീ അയാളെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടപടിയാവില്ല, നിന്റെ ലൈഫ് വെറുതെ ഇല്ലാണ്ടായി പോകും, ഇത് നല്ലൊരു ആലോചനയാണ്, നീ ഇതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ആ ഒരു വിവാഹത്തിന് സമ്മതിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം എന്താ പറയുക, രണ്ട് ഫാമിലിയും തമ്മിൽ സംസാരിച്ചു, പിന്നെ ഇവരുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു. അതിനിടയിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു തേജേശ്വരും അതുപോലെ തന്നെ ഐശ്വര്യയും തമ്മിൽ ഫോണിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. വലിയ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാലും തിരുമലറാവു എന്ന് പറയുന്ന ആ ബാങ്ക് മാനേജറെ മറക്കാനായിട്ട് ഐശ്വര്യനെ കൊണ്ട് സാധിച്ചില്ല. പിന്നെയും ആൾക്ക് കോൾ ചെയ്യാനും അതുപോലെ തന്നെ സംസാരിക്കാനും തുടങ്ങി. പിന്നെയും ഇവർ തമ്മിൽ കാണാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു വിവാഹം അടുത്ത സമയത്ത് വീട്ടിൽ നിന്നും ഒളിച്ചോടി പോയത്. ഇയാളുടെ കൂടെ തന്നെയായിരുന്നു പോയത്. അവരൊരു ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു. എന്നിട്ട് ഇവർ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ മാനേജർ പറഞ്ഞു എനിക്ക് ഓൾറെഡി ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആദ്യം ഞാൻ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് നിൻ്റെ കൂടെ ജീവിക്കാമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ്, കാരണം ഞാൻ ജീവനാംശവും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും, എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാടധികം പൈസയും കാര്യങ്ങളൊക്കെ ചിലവാകും. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നൈസായിട്ട് അവളെ ഇല്ലാതാക്കാനാണ് എൻ്റെ തീരുമാനം എന്നുള്ളത് ഇയാൾ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ ഐശ്വര്യയുടെ അടുത്തും അയാൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്തായാലും അയാളെ വിവാഹം കഴിക്കും, ആളെ വിവാഹം കഴിച്ച് കുറച്ച് നാൾ നല്ല രീതിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ആവുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആർക്കും വലിയ സംശയമൊന്നും തോന്നില്ല. അതേപോലെ തന്നെ ആളുടെ മരണശേഷം ആളുടെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടുകയും ചെയ്യും. സോ കുറച്ച് നാൾ നല്ല രീതിക്ക് നിന്നിട്ട് നമുക്ക് അയാളങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമെന്നുള്ളൊരു കാര്യം ഈ ഒരു ഐശ്വര്യയെ അയാൾ കൺവിൻസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഐശ്വര്യ അതിന് ഓക്കെ പറഞ്ഞു. അതിനുശേഷം വീട്ടിലോട്ട് തിരിച്ചു വരികയും ചെയ്തു. അതായത് ഒളിച്ചോടി പോയി 3 ദിവസം കഴിഞ്ഞപ്പോൾ ഐശ്വര്യ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനോടകം തന്നെ തേജയുടെ ഫാമിലി ഈ ഐശ്വര്യയെയും അമ്മയായിട്ടുള്ള സുജാതയെയും കുറിച്ച് ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഐശ്വര്യയും അതുപോലെ തന്നെ ബാങ്ക് മാനേജറും തമ്മിലുള്ള അഫെയറിനെ കുറിച്ച് അവർ അറിയുന്നത്. അതേപോലെ സുജാതയും ബാങ്ക് മാനേജറും തമ്മിലും അഫെയർ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്കൊരു സൂചന കിട്ടി. ഇതൊക്കെ കൂടെ ആയപ്പോൾ അവരുടെ ഫാമിലി അത്ര നല്ല ഫാമിലി അല്ല എന്നും വളരെ മോശമായിട്ടുള്ള ഒരു ഫാമിലിയാണെന്നും ഒരാളായിട്ടാണ് അമ്മയും മകളും അഫെയർ ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പയ്യൻ്റെ അടുത്ത് ഫാമിലി പറയുന്നുണ്ടായിരുന്നു, കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യനും ആ ഒരു സമയത്ത് ഓക്കെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീടാണ് ഈ ഐശ്വര്യ വരുന്നതും അതുപോലെ തന്നെ തേജയെ വിളിച്ച് സംസാരിക്കുന്നതും. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യ തൻ്റെ പ്ലാനുകൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇയാളെ, അതായത് തേജയെ ഐശ്വര്യ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്. അതായത് തേജയെ ഐശ്വര്യക്ക് ഇഷ്ടമാണെന്നും അതേപോലെ തന്നെ ഈ ഒരു വിവാഹത്തിന് താല്പര്യം ഇല്ലാണ്ടല്ല എന്നുള്ളതും, അതേപോലെ അമ്മയ്ക്ക് കുറേ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് താൻ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോയത്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തേജയ്ക്ക് വീണ്ടും ഇഷ്ടം കൂടുകയാണ്. അതായത് അമ്മയ്ക്ക് പറ്റില്ല എന്നുള്ളൊരു വിഷമുള്ളത് കൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്, അതുകൊണ്ട് ഇവളെ തന്നെ വിവാഹം കഴിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം ആൾ തീരുമാനിക്കുകയാണ്. വീട്ടുകാർ ഈ ഒരു വിവാഹാലോചനയും കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കല്യാണത്തിനൊക്കെ ഫിക്സ് ചെയ്താണ്, എന്നാലും ഇതൊന്നും നടത്തണ്ട, നമുക്കിത് വേണ്ടാന്ന് വെച്ച് പോവാം, അവരത്ര നല്ല ഫാമിലി അല്ല എന്നൊക്കെ പറഞ്ഞ് എത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ ഒരു തേജ കൂട്ടാക്കിയില്ല. ലാസ്റ്റ് ഈ ഒരു വിവാഹം നടക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഐശ്വര്യയുടെ ചിന്ത എങ്ങനെ ഈ ഒരു തേജയെ ഇല്ലാതാക്കാന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് മാനേജറെ ഫോണിൽ വിളിക്കുന്നത് പതിവായിരുന്നു. അപ്പോൾ 24 മണിക്കൂർ ഇങ്ങനെ ഫോണിൽ കാണുന്ന സമയത്ത് ഈ തേജയുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ചോദിക്കാറുണ്ട് ഐശ്വര്യയുടെ അടുത്ത് ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ആർക്കാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ തൻ്റെ അമ്മയെയാണ് വിളിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു ഐശ്വര്യ പറയുന്നുണ്ടായിരുന്നത്. അതത്ര കൺവിൻസിങ് ആയിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നെന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആരും അത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല. അങ്ങനെ ഈ ഒരു മേർഡർ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് രാജാ രഘുവംശി സോനം കേസിനെ കുറിച്ചും കയറ്റി ഇവർ ചിന്തിക്കുന്നത്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടാനുള്ളൊരു സാധ്യത ഇല്ല എന്നായിരുന്നു ഇവർ ആദ്യം കരുതിയത്. അതായത്
ഇയാളെയും കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോവുക, അതിനുശേഷം ഇയാളെ എന്താ പറയുക കൊന്നുകളയുക, അതിനുശേഷം ഈ പെൺകുട്ടി കുറച്ച് ആൾ ഒളിവിൽ പോവുക, എന്നിട്ട് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലൊരു നാടകം കളിക്കുക. അതിനുശേഷം തിരിച്ചു വന്നു കഴിഞ്ഞാൽ വലിയ സീൻ ഉണ്ടാകില്ല. അതായത് അവർക്ക് കുറച്ച് പാളി, ആ ഒരു പാളിച്ചില്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കറക്റ്റ് പ്ലാൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുകയാണ്. എന്നാൽ പിന്നീട് ഐശ്വര്യക്ക് പേടിയായി. അതായത് സോനമിനെ പിടിച്ച പോലെ തന്നെ തന്നെയും പിടികൂടാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാന് അവർ ഡ്രോപ്പ് ചെയ്യായിരുന്നു. എന്നാൽ അടുത്തൊരു പ്ലാൻ വേണമല്ലോ. അതിന് ഇയാളുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ, ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയൊക്കെ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്, അതേപോലെ തന്നെ എത്ര ടൈം എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളറിയാതെ ആളുടെ ബൈക്കിൽ ഒരു GPS ട്രാക്കർ വെക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു തേജയെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോഹൻ എന്ന് പറഞ്ഞ ഒരാളെ ചുമതലപ്പെടുത്തി. ഇയാൾ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു തേജയുടെ ഒരു നൈബറും കൂടെ ആയിരുന്നു. അങ്ങനെ ആള് ഈ ഒരു തേജയെ ഡീൽ ചെയ്യാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഈ ഒരു കൊലപാതകം എക്സിക്യൂട്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആളുകൾ വേണമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഈ ബാങ്ക് മാനേജർ സംഘടിപ്പിച്ചത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ബാങ്കിൽ ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് അത്രയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ലോൺ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അവർക്ക് ലോൺ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ ഈ ബാങ്ക് മാനേജർ അവരെ കൺവിൻസ് ചെയ്തത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ പൈസയും തരാം, അതേപോലെ തന്നെ ഈ ഒരു ലോണും സെറ്റാക്കി തരാം, പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അവരെന്താ കാര്യം എന്ന് ചോദിച്ചു. അങ്ങനെയാണ് വളരെ രഹസ്യമായിട്ട് ഈ ഒരു മേർഡർ പ്ലാൻ്റെ കാര്യം ഇവരുടെ അടുത്ത് പറയുന്നത്. അതിന് അവർ സമ്മതിക്കുകയും ചെയ്തു. കെ നാഗേഷ്, CH പരശുരാമുഡു, CH രാജു എന്ന് പറയുന്ന 3 പേരെയായിരുന്നു അയാൾ ഈ ഒരു കൃത്യം നടത്താനായിട്ട് ഏൽപ്പിച്ചത്. അങ്ങനെ പ്ലാൻ പ്രകാരം കഴിഞ്ഞ ജൂൺ 19 നാഗേഷ് ഈ തേജയെ വിളിക്കുകയാണ്. ഒരു ലാൻഡിൻ്റെ സർവേ ചെയ്യാനുണ്ട്, അത് തിരിച്ചു വിൽക്കാനാണ്, ഒരു 3 ഏക്കർ പ്ലോട്ട് എനിക്കുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആളെ വിളിച്ചത്. സോ ആളുടെ വർക്ക് അതാണ്. അപ്പോൾ ആളത് ചെയ്യാമെന്നേറ്റു. അങ്ങനെ കറക്റ്റായിട്ട് അയാളെ വന്നിങ്ങേറ്റ് ഇവർ പിക്ക് ചെയ്യാണ് ഉണ്ടായത്. ഇവരൊരു കാറിലായിരുന്നു വന്നത്. ആ ഒരു കാറിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഫുള്ള് വിൻഡോ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് എന്താ പറയുക, മറ്റേ സ്കൂൾ ഫിലിം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതും വിസിബിലിറ്റി ഇല്ലാത്തത്. അപ്പോൾ ഈ ഒരു കാറിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കില്ല. തേജയെ കൂട്ടാൻ വന്നത് അവർ 3 പേരും തന്നെയായിരുന്നു. അതിൽ ഒരാൾ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു, തേജയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലിരുന്നു, ബാക്കി 2 പേര് ബാക്കിലിരുന്നു. അങ്ങനെ വണ്ടി പോയി തുടങ്ങി. ആളുകളൊന്നുമില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ഈ ബാക്കിലിരുന്നവരിൽ ഒരാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് ഇയാളുടെ കഴുത്ത് വെട്ടുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇയാൾ പെട്ടെന്ന് മരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാളെ വയറിലും മറ്റും കുത്തി പരിക്കേൽപ്പിച്ചു. ആ സ്പോട്ടിൽ തന്നെ അയാൾ കൊല്ലപ്പെടുകയാണ്. അതിനുശേഷം നന്ദിയാൽ തിരുമാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ബോഡി കുഴിച്ചിടാം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ. അപ്പോൾ ആ ഒരു ബോഡി ആ ടൈമിൽ ഫ്രണ്ട് സീറ്റിൽ നിന്ന് അവർ ബാക്കിലോട്ട് എടുത്തിട്ടു. അതിനുശേഷം ഒരാൾ ഫ്രണ്ടിൽ കയറി, അതായത് യാതൊരു സംശയമില്ലാത്ത രീതിയിൽ ആ കാർ ഇങ്ങനെ ഓടിച്ച് ഈ ഒരു സ്പോട്ടിലോട്ട് പോയിട്ട് നോക്കുമ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു ബോഡി അവിടെ ഡിസ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു സ്ഥലത്ത് ഈ ഒരു ബോഡി ഡംപ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് പാന്യഘാട്ട് റോഡിലുള്ള ഒരു കനാലിൻ്റെ അവിടെ ഈ ഒരു ബോഡി ഡംപ് ചെയ്യുന്നത്. അതിനുശേഷം ഇയാളുടെ എന്താ പറയുക ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെ കൃഷ്ണ റിവറിൽ ഇവർ എറിഞ്ഞ് കളയുകയും ചെയ്തു. ഇവർ കാര്യങ്ങളൊക്കെ തിരുമല റാവുവിനെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെ ആൾ ത്രൂ ഐശ്വര്യയും അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ബോഡി ഡംപ് ചെയ്തതിന് ശേഷം അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. എന്നാൽ തേജയുടെ ഫാമിലിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മകനെ കാണാതായിട്ട് അവരാകപ്പാടെ ടെൻസ്ഡായി. അതായത് രാവിലെ ജോലിക്കെന്ന് പറഞ്ഞിട്ട് പോയാണ്, അതിനുശേഷം ഈ ഒരു പയ്യനെ കണ്ടിട്ടില്ല, വിളിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്നുമില്ല, എവിടെ പോയിന്ന് അറിയുന്നുമില്ല. അന്നത്തെ ദിവസം അവർ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു, എന്നാലും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ഇവർ ആകപ്പാടെ പാനിക്കായി. ഇവർ ഫുള്ള് എന്താ പറയുക ആൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ചു. എന്നിട്ടും ഇയാളെ കണ്ടെത്താനായിട്ട് സാധിക്കാതിരുന്നപ്പോഴാണ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നത്. ഈ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു. ആ ഒരു ചോദ്യത്തിന് ഈ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ സെയിം ഉത്തരവാണ് പറഞ്ഞത്. ഐശ്വര്യ എന്ന് പറയുന്ന അവരുടെ മരുമകളെ ആയിരുന്നു അവർക്ക് സംശയം. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ തിരുമല റാവു എന്ന് പറയുന്ന ഒരു ബാങ്ക് മാനേജർ, അതായത് ഈ ഒരു ഐശ്വര്യയുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ബാങ്ക് മാനേജറുമായിട്ട് അവർക്കൊരു അഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിവാഹത്തിന് മുൻപ് ഇവർ ഒളിച്ചോടി പോയതാണ്. അതിനുശേഷമാണ് ഈ വിവാഹവും കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നെ എന്താ പറയുക വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അവർ ഫുൾ ടൈം ഫോണിലായിരുന്നു. പിന്നെ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ കാണാതായിട്ട് അവരുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീര് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അതായത്
ഭയങ്കര വിഷമത്തിൽ എല്ലാവരും ഈ ഒരു തേജയെ അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു ടൈമിലും ഇവരുടെ മുഖത്ത് അത്ര വലിയ വിഷമൊന്നും ഇവർക്ക് കാണാൻ പോലും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഐശ്വര്യക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ പങ്കുണ്ടാവും എന്നുള്ളത് ഇവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഇവർ പോലീസിനായിട്ട് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ പോലീസുകാർ നേരെ ഐശ്വര്യയുടെ അടുത്ത് ചെന്നു, ഐശ്വര്യയെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്നാൽ ഐശ്വര്യ എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. പോലീസിനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പുഷ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഏകദേശം എന്താ പറയുക, ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന് 3 ദിവസം കഴിഞ്ഞ്, അതായത് ജൂൺ 21 ആ ഒരു ബോഡി പൊങ്ങുകയാണ്. അപ്പോൾ അവിടെ വയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ പണിയെടുക്കാൻ പോയ ആളുകളാണ് ഈ ഒരു ബോഡി ആദ്യം തന്നെ കാണുന്നത്. ഈ ഒരു ബോഡി കണ്ട് പേടിച്ചരണ്ട അവർ അവിടെ നിന്ന് ഓടി നാട്ടുകാരെല്ലാവരെയും കൂട്ടുകയാണ്. അതിനുശേഷം അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് വിവരം അറിയിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ആ ഒരു സ്ഥലത്തോട്ട് എത്തി ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തു. ആ ഒരു സമയമായപ്പോഴതിനും ബോഡി അത്യാവശ്യം എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ബോഡി കിട്ടിയ സമയത്ത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പുരുഷന്റെ മൃതദേഹമാണെന്നുള്ളതാണ്. കാരണം അത്രത്തോളം അഴുകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഹൈറ്റിലും വെയിറ്റിലും അതേപോലെ തന്നെയുള്ള ലക്ഷണങ്ങളിലും ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ കഴിഞ്ഞ 1 മന്തായിട്ട് അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഇവരിങ്ങനെ ചെക്ക് ചെയ്യാണ്. പോലീസുകാരത് നോക്കുന്ന സമയത്താണ് തേജേശ്വർ എന്ന് പറയുന്ന ഒരാളുടെ കേസ് ഇവരുടെ ശ്രദ്ധയിൽ പെടുന്നത്. അപ്പോൾ ഈ ഒരു ബോഡിയും അതേപോലെ തന്നെ തേജേശ്വർ എന്ന് പറയുന്ന ആളുടെ എന്താ പറയുക അംഗടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയാണ്. ഉടനെ തന്നെ ആ ഒരു ടീം ഇങ്ങോട്ട് വരികയാണ്. ഇവർ നോക്കുമ്പോൾ അത് ആളുടെ ബോഡി ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ ആളുടെ ഒരു ഐഡന്റിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നത് ആളുടെ കയ്യിൽ അമ്മ എന്നുള്ള വാക്ക് തെലുങ്കിൽ പച്ചകുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോഡിയുടെ കൈമലും അത്തരത്തിലുള്ള പച്ചകുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ തേജയുടെ ഫാമിലിയെ വിളിച്ചു വരുത്തി ബോഡി ഐഡന്റിഫൈ ചെയ്തു. അവസാനം ഇത് തേജയാണെന്ന് കൺഫേം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ആ സമയത്തും സംശയം ഈ ഒരു ഐശ്വര്യയെ തന്നെയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഈ ഒരു ഐശ്വര്യയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോഴും ഈ ഒരു മേർഡറിനെ കുറിച്ചിട്ട് എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിൽ തന്നെ ഐശ്വര്യ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ഐശ്വര്യയുടെ ഫോണും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിച്ചപ്പോൾ ഒരുപാടധികം കാര്യങ്ങൾ പോലീസിന് മനസ്സിലായി. എസ്പെഷ്യലി പറയാന്നുണ്ടെങ്കിൽ ഒരു നമ്പറിലോട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, അതായത് ഫെബ്രുവരിയുടെയും ജൂണിൻ്റെയും ഇടയിൽ ഏകദേശം 2000-ഓളം കോളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം എത്രയധികം കോളുകൾ വിളിച്ചിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ആരുടെ നമ്പറാണെന്ന് പോലീസുകാർ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് പോലീസിന് മറ്റൊരു കണക്ഷൻ മനസ്സിലാകുന്നത്. യെസ്, അത് മറ്റാരുടെയും ആയിരുന്നില്ല, ബാങ്ക് മാനേജർ ആയിട്ടുള്ള തിരുമല റാവുവിൻ്റേത് തന്നെയായിരുന്നു. അങ്ങനെ പോലീസുകാർ നേരെ ആളെ കസ്റ്റഡിയിലെടുത്തു, ആളെ ക്വസ്റ്റ്യൻ ചെയ്തു. ആദ്യ സമയത്ത് ആളൊന്നും സമ്മതിച്ചില്ല. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് അയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾക്ക് സത്യങ്ങളൊന്നും തന്നെ മറച്ചു വെക്കാനായിട്ട് സാധിച്ചില്ല. നടന്ന എല്ലാ കാര്യങ്ങളും ഈ തിരുമല റാവു പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. താനും ഐശ്വര്യയും പ്രണയത്തിലായിരുന്നുവെന്നും ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഐശ്വര്യയുടെ ഭർത്താവിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് താൻ കുറച്ച് ആളുകളൊക്കെ അറേഞ്ച് ചെയ്തു, അങ്ങനെ കറക്റ്റ് സ്കെച്ച് ചെയ്താണ് അയാളെ ഇല്ലാതാക്കിയത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ ഒരു കേസിൽ ടോട്ടൽ 8 പേരെയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. അതിൽ 1 ഈ ഒരു ഐശ്വര്യ, 2 ഈ തിരുമല റാവു എന്ന് പറയുന്ന ബാങ്ക് മാനേജർ, 3 ഇവരുടെ അമ്മയായിട്ടുള്ള സുജാത, ഐശ്വര്യയുടെ അമ്മയായിട്ടുള്ള സുജാതക്കും ഈ ഒരു കേസിൽ പങ്കുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ മേർഡർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രാജു, നാഗേഷ്, അതുപോലെ തന്നെ പരശുരാമുഡു എന്ന് പറയുന്ന 3 പേര്, പിന്നെ ഇയാളെ ടെയിൽ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ഒരാളുണ്ടായിരുന്നില്ലേ, മോഹൻ എന്ന് പറയുന്ന ആൾ. അങ്ങനെ ടോട്ടൽ 8 പേരെയാണ് ഈ ഒരു കേസിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. അല്ല, ഇപ്പോൾ 7 പേരുടെ പേരിലായിട്ടുള്ളൂ. അപ്പോൾ അവസാനമായിട്ട് 8ാമത്തെ ആളാരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുപ്പതയ്യ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അയാൾ ഈ ഒരു തിരുമല റാവു എന്ന് പറയുന്ന ബാങ്ക് മാനേജറില്ലേ, ആളുടെ അച്ഛനായിരുന്നു. ആളൊരു പോലീസ് ഓഫീസറായിരുന്നു, റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു മേർഡർ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, അതിന് ഇവരെ സഹായിച്ചു എന്നുള്ള കേസുകളിലൊക്കെയാണ് ആളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കേസിൽ 8 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിൽ ആർക്കൊക്കെ എന്തൊക്കെ ശിക്ഷ കിട്ടുന്നുള്ളത് നമ്മൾ നോക്കിയത് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും വരും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.